ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഗുഡ് മോർണിംഗ്. എന്ന് പറയണം തോന്നും. വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ സമയത്ത് ഇതുപോലെ പുറത്തു വന്നിട്ട് ഞാനും ചേച്ചിയും ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കാര്യമെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അതെ, നമ്മളൊരു വലിയ നീണ്ട യാത്രയിലായിരുന്നു അല്ലെ. അപ്പൊ മോർണിംഗ് വാക്ക് എന്ന പേരിൽ നമ്മളത് അങ്ങനെ അവതരിപ്പിച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ ദിവസവും യാത്രയിലായിരുന്നു. സുദീർഘമായ ഒരു യാത്ര, അതൊരു നല്ല ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു യാത്ര. അതിനെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ നെഞ്ചോട് ചേർത്തു. അവർ നമുക്ക് പിന്തുണയും സ്നേഹവുമായി നമുക്കൊപ്പം നടന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും പഴയ ട്രാക്കിലേക്ക് നമ്മൾ വരുന്നു. മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇടങ്ങളിലേക്ക് നമുക്ക് പോരുണ്ട്. ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുണ്ട് അല്ലേ? തുടങ്ങിയാലോ? അതെ, ഇന്നത്തെ ദിവസം ഇന്ന് ഏപ്രിൽ 22-ാം തീയതിയാണ്, ചൊവ്വാഴ്ച, മേടം 9-ാം തീയതി. എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മണിക്കൂറിൽ. നമുക്ക് നടന്നു തുടങ്ങിയാലോ? മോർണിംഗ് വാക്ക് തുടങ്ങുന്നു. ഒരുപാട് പ്രേക്ഷകർ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പഴയതുപോലെ ഓർമ്മയുണ്ടാവുമല്ലോ. അത് കമന്റ് ബോക്സിൽ പോരട്ടെ. വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെയാണ് നമുക്കൊരു വലിയ വേറുപാടുണ്ടായത്. ആ വേറുപാടിന്റെ അതിന്റെ ഞെട്ടൽ, അതിന്റെ ആഘാതം ഒരുപക്ഷെ ഒരു എന്താണ് പറയുക, 2 മാസം മുൻപ്, 1.5 മാസം മുൻപാണ് മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിൽ എന്നൊരു വാർത്ത വന്നത്. പക്ഷെ പിന്നീട് വളരെ ശക്തമായി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരു മാർപ്പാപ്പയെ കണ്ടു. പക്ഷെ ഇന്നലെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു വാർത്ത വന്നപ്പോൾ അതിന്റെ ഞെട്ടൽ അല്ലേ, അത് എപ്പോഴും മാറിയിട്ടില്ല. അതെ അതെ. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകണം. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ആ സെഗ്മെന്റിലേക്കാണ്, ആ വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കിടക്കുന്നത്. വലിയ ഇടയന് വിട. അപ്പോൾ പ്രജിൻ, ഇന്നലെ ഈ വാർത്ത വരുന്നു. അതിനുശേഷം നിരവധി പ്രമുഖരുടെ ഇതിന് മാർപ്പാപ്പയെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് അനുശോചനങ്ങൾ അറിയിച്ചൊക്കെ. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരാളാണ്. അത് സ്നേഹവും കരുണയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം തോന്നുന്നു. അത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് സഭയ്ക്കകത്താകട്ടെ പുറത്താകട്ടെ, സമൂഹത്തിലുള്ള എല്ലാ വലിയ പ്രശ്നങ്ങളിൽ, അതായത് അശരണരുടെ, അഗതികളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, അവരുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം അവരോട് നീതി പുലർത്തി,
അവരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം. മാത്രമല്ല ഇതിനു മുൻപ് ഒരു മാർപ്പാപ്പമാരും പറയാത്ത പല കാര്യങ്ങളും പല വിഷയങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞതാണ്. ഇപ്പം അവിശ്വാസികളെ പോലും അഡ്രസ്സ് ചെയ്യുന്നൊരു മാർപ്പാപ്പ, മറ്റൊന്ന് ഈ പറയുന്ന നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ, അങ്ങനെ പല വിഷയങ്ങളിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ രീതിയിൽ അനുശോചനം അറിയിച്ചതും. നമുക്ക് വാർത്തയിലേക്ക് വരാം അല്ലേ? അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. മരണം പക്ഷാഘാതത്തെയും ഹൃദയസ്തംഭനത്തെയും തുടർന്നെന്നാണ് വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. റോമിലെ ബസലിക്ക ഓഫ് സെയിന്റ് മേരി മേജറിൽ തന്റെ സംസ്കാരം നടത്തണമെന്ന് പോപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ കല്ലറ അലങ്കരിക്കരുതെന്നും ഫ്രാൻസിക്കസ് എന്നാണ് തോന്നുന്നു അല്ലെ, ഫ്രാൻസിക്കസ് എന്ന പേര് മാത്രമേ കല്ലറയിൽ രേഖപ്പെടുത്താവൂ എന്നും പോപ്പ് പറഞ്ഞിരുന്നതായി വത്തിക്കാൻ അറിയിക്കുന്നു. പോപ്പിന്റെ സംസ്കാര ചടങ്ങിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നുകൂടി അറിയിക്കുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസിൽ നിന്നും, ഒപ്പം തന്നെ മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മെറിനിലേക്കാണ്. മെറിൻ, പോപ്പിന്റെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് ഇപ്പോൾ ഏതാണ്ടൊരു തീരുമാനവും ഒപ്പം വിവരങ്ങളും സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് വത്തിക്കാൻ പറയുന്നത്? ഇങ്ങനെ വത്തിക്കാൻ പുറത്ത് സംസ്കരിക്കണം എന്ന് പോപ്പ് ആവശ്യപ്പെട്ടിരുന്നതായി ചില വാർത്തകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് ഇനിയുള്ള തീരുമാനങ്ങളും നടപടികളും ഉണ്ടാവുക. എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് പ്രജിൻ. തങ്ങളുടെ വലിയ ഇടയന് കണ്ണീരോടെ അല്ലെങ്കിൽ ഏറെ ദുഃഖത്തോടെ വിട നൽകുകയാണ് വിശ്വാസ സമൂഹം. 4 മുതൽ അല്ലെങ്കിൽ 4-6 ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തോടനുബന്ധിച്ച് ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. ആയിരങ്ങളാണ് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. റോമിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ, പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നിരുന്നു. ന്യൂയോർക്കിലും അതേപോലെ ലണ്ടനിലുമെല്ലാം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നിരുന്നു. ആയിരങ്ങളാണ് ലാളിത്യത്തിന്റെ പ്രതിരൂപമായ തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായ്ക്ക് വിട നൽകാൻ അല്ലെങ്കിൽ ആ പ്രാർത്ഥന അനുസ്മരിച്ചുകൊണ്ട് ആ പ്രാർത്ഥനാ യോഗത്തിൽ പ്രത്യേക ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. ഇപ്പോൾ സംസ്കാരം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരുന്നത് റോമിൽ വത്തിക്കാൻ തന്നെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് തന്നെ സംസ്കരിക്കാവൂവെന്ന് പോപ്പ് പറഞ്ഞതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ കല്ലറ അലങ്കരിക്കരുതെന്നും അവിടെ ആ കല്ലറയുടെ മുകളിൽ ഫ്രാൻസിസ്കസ് എന്ന പേര് മാത്രമേ ആലേഖനം ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് പോപ്പ് പറഞ്ഞിരുന്നെന്ന് തന്നെയാണ് വത്തിക്കാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കല്ലറ ഉയരങ്ങളിലായിരിക്കില്ല, ഏറ്റവും താഴ്ന്ന ഗ്രൗണ്ടിൽ മാത്രമാണ് പണിയേണ്ടത്. അതിനുള്ള പണം താൻ പോപ്പ് മുൻകൂറായി നൽകിയിട്ടുണ്ടെന്നും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് 1969 ശേഷമാണ് ഇവിടെ ഈ റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ഒരു സംസ്കാരം നടക്കുക. അവിടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്ന വിവരം. നേരത്തെ എല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു ബസലിക്കയിൽ സന്ദർശനം നടത്തിയിരുന്നു. ആശുപത്രി വിട്ട ശേഷവും 38 ദിവസമാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നത്. ആശുപത്രി വിട്ട ശേഷവും പോപ്പ് ഏപ്രിൽ 12-നാണ് ഈ ഒരു ബസലിക്ക അവസാനമായി സന്ദർശിച്ചത്. അദ്ദേഹം അതിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങൾ തൊട്ട്, അതായത് ഒരു പുരോഹിതനായപ്പോൾ മുതൽ ബിഷപ്പായതുവരെയുള്ള തന്റെ ആത്മീയ ജീവിതത്തിൽ കന്യകമറിയത്തോടുമായിരുന്നു ഏറ്റവും കന്യകമറിയത്തെ ശുശ്രൂഷിക്കുന്ന ഒരു സേവകനാണ്. അതുകൊണ്ട് തന്നെ കന്യകമറിയത്തിന്റെ പേരിലുള്ള ബസലിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്ന് തന്നെയാണ് പോപ്പ് നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരം ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുന്നു. മാത്രമല്ല സാധാരണ പോപ്പുമാരെ സംസ്കരിക്കുന്ന സൈപ്രസ് കൊണ്ടുള്ള തടികൾ പോലുള്ള ഉപയോഗിക്കരുത്, സാധാരണ മരത്തടി തന്നെയുള്ള ഒരു പേടകമായിരിക്കണം അല്ലെങ്കിൽ ഒരു കോഫിനായിരിക്കണം അതിനായി ഉപയോഗിക്കേണ്ടതെന്ന് തന്നെയാണ് പോപ്പ് പറഞ്ഞു എന്നതാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പോപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. ഹൃദയാഘാതവും അതുപോലെ തന്നെ പക്ഷാഘാതവുമാണ് മരണത്തിന് കാരണമായത്. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം കോമയിലായിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിടുന്നുണ്ട്. വത്തിക്കാൻ ഡോക്ടറായിട്ടുള്ള ആൻഡിയ അർക്കെഗിലയുടെ മരണ സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബൈലാറ്ററൽ ന്യൂമോണിയയെ തുടർന്ന് ഡോക്ടേഴ്സ് വിശ്രമ ജീവിതം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നു. ഈ വിശ്രമ ജീവിത വേളയിൽ തന്നെയാണ് ഈസ്റ്റർ ദിന സന്ദേശവും നൽകി വിശ്വാസികളെ അഭിസംബോധന ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്നത് വിശ്വാസികൾക്ക് മാത്രമല്ല ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ആ ഞെട്ടൽ ഉൾക്കൊള്ളാനാകാത്ത കനത്ത ദുഃഖത്തിൽ തന്നെ മെറിൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി
ആശുപത്രിവാസം, അതിനുശേഷം ഈസ്റ്റർ ദിനത്തിൽ, ഉയിർത്തെഴുന്നേൽപ്പിന്റെ ദിനത്തിൽ അദ്ദേഹം വിശ്വാസികൾക്കായി അദ്ദേഹത്തിന്റെ സ്നേഹ സന്ദേശം കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം അപ്രതീക്ഷിതമായി എത്തിയ ഈ വാർത്ത, അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ലോകം ഉണർന്നു വരുന്നേയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ജീവിച്ചതുപോലെ തന്നെ ലളിതമായും വ്യത്യസ്തമായും ജീവിച്ചതുപോലെ തന്നെ മരണത്തിലും ആ വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. സാധാരണ സഭയുടെ ഇത്രയും പരമോന്നത പദവിയിലൊക്കെ ഇരിക്കുന്നവരുടെ ആ ചിട്ട പടികളിലുള്ള കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ, അന്ത്യശുശ്രൂഷകൾ, അതങ്ങനെ ആയിരിക്കില്ല, ഏറ്റവും ലളിതമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മധു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മധു, ഇപ്പോൾ ലോക നേതാക്കളെല്ലാം തന്നെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്ന് അറിയിക്കുന്നു. ഓരോരുത്തരായി അത്തരം വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അത്രമേൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ വിയോഗം, മാർപ്പാപ്പയുടെ വിയോഗം, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് പല രാഷ്ട്ര നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ട്രംപിന്റെ വരവ്, എപ്പോഴായിരിക്കും അതിന് തീരുമാനമാവുക, ഒപ്പം തന്നെ റോമിലേക്ക് നേരിട്ടെത്തുക എന്ന് തന്നെയാണോ? ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറയുകയുണ്ടായി. നേരത്തെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി അമേരിക്കയുടെ ദേശീയ പതാകയും അതുപോലെ സംസ്ഥാനങ്ങളുടെ പതാകയും സംസ്കാര ദിവസം സൂര്യാസ്തമയം വരെ വൈറ്റ് ഹൗസിലും അതുപോലെ ലോകമെമ്പാടുമുള്ള US എംബസികളും വിദേശത്തെ ഫെഡറൽ സൈനിക കേന്ദ്രങ്ങളിലുമൊക്കെ ഈ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടുവാനുള്ള ഉത്തരവ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു. വൈറ്റ് ഹൗസിൽ പരമ്പരാഗത ഈസ്റ്റർ എഗ് റോൾ ആഘോഷങ്ങൾ ഇന്ന് നടക്കുകയുണ്ടായി. അതിന്റെ ഇടയിലും ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയെ അനുസ്മരിച്ചിരുന്നു. തന്നെ ആകർഷിച്ചതിന് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവവും വളരെ നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനും ലോകത്തെ സ്നേഹിച്ചു, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സ്നേഹിച്ചു, ഇതായിരുന്നു തന്നെ ആകർഷിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അമേരിക്കയുടെ പ്രഥമ വനിത മെലനിയ ട്രംപും ഉണ്ടാകും. അമേരിക്കയുടെ ഭരണതലപ്പത്ത് നിന്ന് മറ്റാരെങ്കിലും ഇപ്പോൾ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹമായിരുന്നു കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയെ കണ്ടത്. ഇന്നലെ അദ്ദേഹത്തെ കണ്ടതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടെന്നാണ് JD വാൻസ് പറഞ്ഞത്. പ്രസിഡന്റ് 2017 പ്രസിഡന്റ് ആയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ആദ്യം സന്ദർശിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഇരുവരും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപും മാർപ്പാപ്പയുമായുള്ള ചിത്രവും അതുപോലെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈസ്റ്ററിന് JD വാൻസുമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ചിത്രവും വൈറ്റ് ഹൗസ് പങ്കുവച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കാലത്തെ ഏറ്റവും നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ലോക നേതാക്കളിൽ ഒരാൾ എന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. സ്മിത, പ്രജിൻ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സംസ്കാര ചടങ്ങിൽ. മെറിൻ മേരി ചാക്കോ തുടരുന്നുണ്ട് ടെലിഫോണിൽ. മെറിൻ, ഈ മാർപ്പാപ്പ പദവിയിലിരിക്കുകയാണ് ഈ വിയോഗം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ചടങ്ങുകൾക്ക് പ്രത്യേകതയുണ്ട്. അത് രഹസ്യ സ്വഭാവമുള്ള ചടങ്ങുകളുണ്ട്, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ പരസ്യമായി എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ചടങ്ങുകളുണ്ട്. ഈ പൊതുദർശനത്തിൽ വിശ്വാസികളൊക്കെ പങ്കെടുക്കണമെന്ന് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചതാണ്. ഇതിപ്പോൾ വത്തിക്കാന് പുറത്താണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നതെങ്കിലും ഈ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ പൊതുദർശനത്തിലുള്ള അവസരം അത് വിശ്വാസികൾക്കുണ്ട് എന്ന് തന്നെയല്ലേ? തീർച്ചയായും പ്രജിൻ, അതായത് ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം എത്തിക്കുമെന്ന് തന്നെയാണ് നേരത്തെ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. വത്തിക്കാന്റെ പ്രത്യേക വക്താവായിട്ടുള്ള മാറ്റിയോ ബ്രൂണോ ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവിടെ വിശ്വാസികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പായ്ക്ക് ഒരു വിട നൽകാൻ അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് തന്നെ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ വത്തിക്കാന് പുറത്ത് റോമിലെ സെന്റ് മേരി ബസലിക്ക, മേജർ ബസലിക്കയിലായിരിക്കും നടക്കുക. എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി പോപ്പിന്റെ വസതി ഇപ്പോൾ അടച്ച് മുദ്ര വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. ഈ പ്രക്രിയ എന്ന് പറയുന്നത് ചുവന്ന റിബൺ കെട്ടി മെഴുകുവെച്ച് അത് മുദ്ര ചെയ്യും. അത് പ്രധാനമായും സാന്റാ മാർത്ത എന്ന വസതിയിലാണ്, വത്തിക്കാനിലെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള സാന്റാ മാർത്ത എന്ന വസതിയിലാണ് ഈ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞിരുന്നത്. അദ്ദേഹം ലാളിത്യത്തിന്റെ ഭാഗമായി തന്നെ ഔദ്യോഗിക വസതിയിൽ അല്ല താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർമൽ ലോഗോ എന്ന പദവിയുള്ള കർദിനാലാണ്
പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള ചുമതലകൾ നിർവഹിക്കുക. നിലവിൽ ആ പദവി വഹിക്കുന്നത് കെവിൻ ഫാരൽ എന്ന് പറയുന്ന കർദിനാലാണ്. ഈ കർദിനാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പോപ്പിന്റെ വസതിയുടെ വാതിൽ അടച്ച് അത് മുദ്ര വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ കർദിനാലിന്റെ മോതിരം നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസതി സീൽ ചെയ്യുക, തുടർന്ന് കോൺക്ലേവ് സംഘടിപ്പിക്കുക തുടങ്ങിയ ചുമതലകളെല്ലാം തന്നെ നിർവഹിക്കുന്നത് ഈ കർദിനാൾ ഫാരലായിരിക്കും. കാരണം 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് ഇത്തരത്തിൽ കമർലോഗോ എന്നറിയപ്പെടുന്ന പദവിയുള്ള കർദിനാലിനെ നിയോഗിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വരുന്ന ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദവി. എന്തായാലും 9 ദിവസത്തെ ദുഃഖാചരണമാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന്. അതിനുശേഷം ഇതൊരു ട്രാൻസിഷണൽ പീരീഡ് എന്നാണ് പറയുന്നത്. സെഡെ വെക്കൻഡെ എന്നാണ്, അല്ലെങ്കിൽ ശൂന്യമായ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷണൽ മാറ്റത്തിന്റെ ഒരു കാലഘട്ടം, ഒരു ട്രാൻസിഷണൽ പീരീഡ് എന്ന് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. അതിനുശേഷം 9 ദിവസത്തെ ദുഃഖാചരണ ശേഷം 15 മുതൽ 20 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു കോൺക്ലേവ്, പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് കൂടുക. അവിടെ പ്രധാനമായും 2 ആഴ്ചയ്ക്കകം ചേരുന്ന ഈ ഒരു കോൺക്ലേവിലായിരിക്കും പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുക. അതിന് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ തൊട്ടടുത്തുള്ള സിസ്റ്റൻഡേൽ ചാപ്പലിലാണ് അതീവ രഹസ്യമായിട്ടാണ് കർദിനാൽമാർ ഒത്തുചേരും. നിലവിൽ 252 കർദിനാൽമാരുണ്ട്. ഇതിൽ 138 പേർക്ക് മാത്രമാണ് വോട്ടവകാശം. കേരളത്തിൽ നിന്ന് കർദിനാൽമാരായിട്ടുള്ള ബസേലിയസ് പാർക്ലീമിസിനും ജോർജ് കൂവക്കാടിനും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ഈ വോട്ടവകാശമുള്ള കർദിനാൽമാരിൽ നിന്നും 3-ൽ 2 പേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൽമാരായവരാണ്. കോൺക്ലേവിൽ 2 അതിലധികം ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും. 3-ൽ 2 വോട്ട് കിട്ടുന്നതുവരെ കോൺക്ലേവിൽ വോട്ടെടുപ്പ് തുടരുമെന്നും 4 റൗണ്ടായിട്ട് ആ വോട്ടിംഗ് ഉണ്ടാകും. 3-ൽ 2 വോട്ട് കിട്ടുന്ന വരെയാണ് ഈ ഒരു വോട്ടെടുപ്പ് തുടങ്ങുക. എണ്ണിയ ബാലറ്റുകളെല്ലാം തന്നെ ചരടിൽ കോർത്ത് സൂക്ഷിക്കും. ഇത് വളരെ രഹസ്യമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ആണ് ബാലറ്റ് എണ്ണുക. ഇതിനുശേഷം പോപ്പിനെ തിരഞ്ഞെടുക്കാനായാൽ സിസ്റ്റൻഡേൽ ചാപ്പലിൽ നിന്ന് വെളുത്ത പുകയുയരും, തിരഞ്ഞെടുക്കാനായില്ലെങ്കിൽ കറുത്ത പുകയുയരും. ഇങ്ങനെയാണ് പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന രീതി. ഇത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയോട് ചേർന്നിട്ടുള്ള സിസ്റ്റൻഡേൽ ചാപ്പലിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടക്കുക. എന്തായാലും ഇപ്പോൾ 9 ദിവസത്തെ ദുഃഖാചരണം മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നമുക്കൊപ്പം മധു കൊട്ടാരക്കര തുടരുന്നുണ്ട്. മധു, ഈ പോപ്പിനെ കുറിച്ച് പറയുമ്പോൾ താനൊരു യാഥാസ്ഥിതികനാണ് എന്ന് പോപ്പ് എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ യാഥാസ്ഥിതികനായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്, പ്രത്യേകിച്ച് സഭയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ, അത് സഭയ്ക്കകത്ത് ബാലപീഡനം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അതുപോലെയുള്ള പുരോഗമനപരമായ പല ചിന്തകളും, പുരോഗമനപരം എന്നതിനേക്കാളേറെ മനുഷ്യത്വപരമായ പല ചിന്തകളും പല നയങ്ങളും അദ്ദേഹം നടപ്പാക്കിയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയിരുന്ന പാപ്പയെ വ്യത്യസ്തതകളുടെ മാർപ്പാപ്പ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്, വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉടനീളം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് തുടക്കമിടുമ്പോഴും അതുപോലുള്ള വ്യത്യസ്തതകൾ തന്നെ, മാറ്റങ്ങൾ തന്നെ നമ്മൾ കേൾക്കുന്നു. അവിടെ നിന്ന് മധു കൊട്ടാരക്കരയുടെ ഒരു അനുഭവം എന്താണ്? ഈ വത്തിക്കാനിൽ നമ്മുടെ പലരും കഴിഞ്ഞ ദിവസം സംസാരിച്ചവർ അവിടെ പോയിരുന്നു, പോപ്പിനെ കണ്ടിരുന്നു, ആ സ്നേഹസ്പർശം അനുഭവിച്ചിരുന്നു. മധു കൊട്ടാരക്കരയ്ക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ? മറ്റ് കാര്യങ്ങൾ പറയൂ, ഓർമ്മകൾ. സ്മിത, എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. പക്ഷേ സ്മിത പറഞ്ഞതുപോലെ ലളിത ജീവിതത്തിലൂടെ പരമ്പരാഗത രീതികളെ തച്ചുടച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ കുടിയേറിയത്. തന്നെയുമല്ല, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ശരിക്കും കത്തോലിക്ക സഭയ്ക്ക് നല്ല വേരോട്ടമുള്ള, അമേരിക്കയിൽ പോലും ഈ കത്തോലിക്ക സഭയിൽ 2 വിഭാഗമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുമുണ്ട്, അതുപോലെ യോജിപ്പ് പ്രകടിപ്പിച്ചവരുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെ നിരവധി വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ട്രംപിന്റെ കുടിയേറ്റ നയം ഇതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഈ അടുത്ത കാലത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2017 ആദ്യമായി പ്രസിഡന്റ് ആയതിനു ശേഷം മാർപ്പാപ്പയെ കാണുവാനാണ് ഡൊണാൾഡ് ട്രംപ്
അമേരിക്ക വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത്. സ്മിത പറഞ്ഞ ഈ ലളിതമായ ജീവിതവും ഇത്തരം ഈ പുരോഗമന ചിന്താഗതിയും, ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ പട്ടിണിയും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഇനി അമേരിക്കയിൽ നിന്ന് 2 കർദിനാൾമാരുടെ പേരുകൾ വളരെ ശക്തമായ രീതിയിൽ അടുത്ത മാർപ്പാപ്പയാകുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഈ ആഗോള സഭയുടെ അടുത്ത നേതാവാകാൻ അമേരിക്കയിൽ നിന്നുള്ള ഈ 2 പ്രമുഖ കർദിനാൾമാരുടെ പേരുകൾ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വ്യത്യസ്ത ദൈവശാസ്ത്ര നിലപാടിലുള്ള അമേരിക്കയിലെ ഈ 2 കർദിനാൾമാർ ഈ കോൺക്ലേവിൽ അടുത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള നേതാക്കളിൽ ഉൾപ്പെടുകയാണ്. ഒരാൾ 72-കാരനായ കർദിനാൾ ജോസഫ് ടോബിൻ ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക് ആർച്ച് ബിഷപ്പ് ആയിരുന്നു. 2016 കർദിനാളായിട്ട് അദ്ദേഹത്തെ ഉയർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പല വിഷയങ്ങളിലും വിവാദപരമായ നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹത്തെ ശക്തമായി പ്രതിരോധിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ കുടിയേറ്റക്കാരുടെ ശക്തമായ ഒരു വക്താവ് കൂടിയാണ് ഈ പുതിയ ഈ കർദിനാൾ. അതേസമയം 76-കാരനായ കർദിനാൾ റെയ്മണ്ട് ബൾക്ക് ഈ ശക്തമായ മത്സര രംഗത്തുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2010 അദ്ദേഹത്തെ കർദിനാളായി നിയമിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിൽ ബൾക്കിന് സ്ഥാനമാനങ്ങളൊക്കെ അധികാരവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പരമ്പരാഗത കത്തോലിക്ക സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹം പല വിഷയങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളോട് വളരെ ശക്തമായ വിയോജിപ്പ് കാലാകാലങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. സ്മിത, പ്രജിൻ. യെസ്, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ. അപ്പോൾ അടുത്ത പോപ്പ് ആരാണ് എന്നതിന് ചർച്ചകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ചേച്ചി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ആത്മീയതയും പുരോഗമന ചിന്താഗതിയും അത് ഒരേ ട്രാക്കിൽ ഒരേ സമയത്ത് പോകുന്നതല്ല. നമുക്ക് അത്തരം അതെങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷെ അത് വളരെ കൃത്യമായ അകലത്തിൽ കൃത്യമായ അളവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് ഫ്രാൻസിസ് പോപ്പിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളതാണ്. മറഡോണയും മെസ്സിയും പെലെയുമെല്ലാം തന്റെ മനം കവർന്നുവരെന്ന് മാർപ്പാപ്പ മുൻപ് പറഞ്ഞിരുന്നു. ഒരു റിപ്പോർട്ടിലേക്കാണ്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടാത്ത അർജന്റീനക്കാരുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം. അർജന്റീൻ ഫുട്ബോളിന്റെ മക്കയായ ബ്രൂണസ് പിറവികൊണ്ട മാർപ്പാപ്പയും മറിച്ചായിരുന്നില്ല. ആത്മീയ വഴി തിരഞ്ഞെടുത്തെങ്കിലും ഫുട്ബോളിനോടുള്ള ഇടം അദ്ദേഹം എന്നും കൂടെ കൂട്ടി. ഈ ഭൂലോകത്തെ ഏറ്റവും മനോഹരമായ മത്സരമെന്നായിരുന്നു ഫുട്ബോളിനുള്ള മാർപ്പാപ്പയുടെ വിശേഷണം. ജീവിതത്തിലെ സങ്കീർത്തനമാണ് ഫുട്ബോളെന്നും പോപ്പ് ഒരിക്കൽ പറഞ്ഞു. ഡീഗോ മറഡോണയും ലിയോണൽ മെസ്സിയും പെലെയുമായിരുന്നു പോപ്പിന്റെ മനം കവർന്നവർ. കളിക്കാരനെന്ന നിലയിൽ മറഡോണയാണ് മഹാനെന്ന് പറയുന്ന പാപ്പ ജെന്റിൽമാൻ എന്ന വിശേഷണം നൽകിയത് ഫുട്ബോൾ രാജാവ് പെലെയ്ക്ക്. കളത്തിനകത്ത് പോരടിക്കുമെങ്കിലും കുമ്മായി വര കണ്ടാൽ ആരും ശത്രുക്കളല്ല. മനുഷ്യനെ എന്നും ഫുട്ബോൾ ചേർത്തുപിടിക്കുകയാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നിരീക്ഷിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഫുട്ബോൾ ക്ലബിൽ അംഗത്വമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അർജന്റീനയിലെ സാൻ ലോറൻസോ ക്ലബിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അംഗത്വമുണ്ടായിരുന്നു. ID നമ്പർ 8235. അതായിരുന്നു മാർപ്പാപ്പയുടെ അംഗത്വ നമ്പർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ഫുട്ബോളിന് അതിന്റെ വലിയൊരു ആരാധകനെ കൂടിയാണ് നഷ്ടമാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണ് അങ്ങനെ സ്പോർട്സിനോടും ഈ പറയുന്ന പോലെ എല്ലാത്തിനോടും ഒരു എന്താണ് പറയുക, ഒരു അകൽച്ചയില്ലാത്ത ഒരു മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനാകുന്നത്. അതെ, ഇന്നലെ നമ്മളോട് സംസാരിച്ച ക്ലിമിസ് ബാവ പറയുമായിരുന്നു, അദ്ദേഹം ട്രെയിനിൽ പോയപ്പോൾ, ഇവിടെ കേരളത്തിൽ ട്രെയിനിൽ പോയപ്പോൾ ഒരു കുടുംബം, അത് സഭയ്ക്ക് അകത്തുള്ളതല്ല, മറ്റ് ഇതര മതസ്ഥര ആരുമാണ്. അപ്പം ആ കുടുംബത്തിൽ അവർക്ക് വലിയ ഇഷ്ടമാണ് മാർപ്പാപ്പയെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്നേഹം പങ്കുവച്ചപ്പോൾ ഒരിക്കൽ മാർപ്പാപ്പയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം നേരിട്ട് ആ കാര്യം മാർപ്പാപ്പയെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇനി അവരെ കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ അറിയില്ല, ട്രെയിനിൽ പോയതാ. അവരെ കാണുകയാണെങ്കിൽ എൻ്റെ സ്നേഹാന്വേഷണം, എൻ്റെ സ്നേഹം അറിയിക്കണം. അത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും, അത് ഇത്രയും തിരക്കുകളും ഇത്രയും പരമോന്നത ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്, പക്ഷെ അത്രയും ലളിതമായി ഭൂമിയിൽ കാലുറപ്പിച്ച് നിന്ന ഇടയൻ തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ആ പദവിക്ക് ഏറ്റവും അനുയോജ്യനായിരുന്നു അദ്ദേഹം. എന്താ പറയുക ചേച്ചി, ഇപ്പൊ ഈ പറഞ്ഞ അവിശ്വാസികളെ പോലും ചേർത്ത് പിടിക്കുന്ന ഒരാള്. അപ്പം സ്വാഭാവികമായിട്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിലൊന്നും മാർപ്പാപ്പ വീണില്ല എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാവരും മനുഷ്യർ എന്ന രീതിയിൽ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം അത് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ആഗോള കത്തോലിക്ക സഭയെ ഇനി ആര് നയിക്കും? അതാണ് ചോദ്യം. 80 വയസ്സ് കവിയാത്ത കർദിനാൾമാരാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവിന് ദിവസങ്ങൾക്കകം തന്നെ തുടക്കമാകും.
കർദിനാൾമാരായ ബസലിയോസ് മാർ ക്ലിമ്മിസിനും ജോർജ് കൂവപ്പാടിനും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കും. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാത്രമല്ല, വത്തിക്കാന്റെ ഭരണത്തലവനും റോം രൂപതയുടെ ബിഷപ്പുമാണ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ക്രിസ്തു ശിഷ്യനായ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്ന് സഭയെ ഇനി ആര് നയിക്കും? കത്തോലിക്ക സഭയുടെ തലവനെ നിശ്ചയിക്കാൻ കർദിനാൾ സംഘം 2 ആഴ്ചയ്ക്കകം വത്തിക്കാനിൽ ഒത്തുചേരും. നിലവിലെ മാർപ്പാപ്പയുടെ മരണശേഷമോ അല്ലെങ്കിൽ രാജിവെച്ച ശേഷമോ 2 ആഴ്ചയ്ക്കുള്ളിലാണ് സാധാരണ പേപ്പൽ കോൺക്ലേവ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടടുത്തുള്ള സിസ്റ്റൈൻ ചാപ്പലിലാണ് തെരഞ്ഞെടുപ്പിനായി കർദിനാൾമാർ ഒത്തുചേരുക. നിലവിൽ 252 കർദിനാൾമാരുണ്ടെങ്കിലും 138 പേർക്ക് മാത്രമാണ് വോട്ടവകാശം. നിലവിൽ കേരളത്തിൽ നിന്ന് കർദിനാൾമാരായ ബസേലിയൂസ് മാർ ക്ലിമീസിനും ജോർജ് കൂവക്കാടിനും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കാം. വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ 3-ൽ 2 പേരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൾമാരായവർ. കോൺക്ലേവിൽ 2 അതിലധികമോ ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും. 3-ൽ 2 വോട്ട് കിട്ടുന്നതുവരെ കോൺക്ലേവിൽ വോട്ടെടുപ്പ് തുടരും. എണ്ണിയ ബാലറ്റുകൾ ചരടിൽ കോർത്ത് സൂക്ഷിക്കും. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റ് പേപ്പറുകൾ കത്തിക്കും. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ കറുത്ത പുകയുയരും. പാപ്പയെ തെരഞ്ഞെടുത്താൽ വെളുത്ത പുകയും. പുതിയ മാർപ്പാപ്പയ്ക്ക് ധരിക്കാൻ 3 വലുപ്പത്തിലുള്ള വസ്ത്രങ്ങളും ഷൂസും പേപ്പൽ കോൺക്ലേവ് തുടങ്ങുമ്പോൾ തന്നെ സജ്ജമാക്കി വെക്കാറുണ്ട്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നയാൾ പുതിയ പേര് സ്വീകരിച്ച് കർദിനാൾ സംഘത്തിന്റെ തലവനൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണ് പുതിയ മാർപ്പാപ്പ ആര് എന്നുള്ളതിൻ്റെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകൾ എന്താണെന്നാണ് ആ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത്. ചേച്ചി, ഇതുപോലെ ഈ മാർപ്പാപ്പ എനിക്ക് തോന്നുന്നു ഈ പദവിയിലിരിക്കെ വിയോഗം സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾക്കെല്ലാം ഈ പല രീതിയിലുള്ള സ്വഭാവങ്ങളാണ്, രഹസ്യ സ്വഭാവത്തിലുള്ളതുകൊണ്ട് പരസ്യമായി എല്ലാവർക്കും കാണാൻ പറ്റുന്നതുകൊണ്ട്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിനും ഉണ്ട് അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ. അതാണിപ്പോൾ ഈ റിപ്പോർട്ട് നമ്മൾ കണ്ടത്, ഈ ചുവന്ന പുക, വെളുത്ത പുക, ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയുള്ളത് അത്തരം നടപടിക്രമങ്ങളാണ്. കാരണം പുതിയ പോപ്പിനെ കണ്ടെത്തണം, അതിനുള്ള കോൺക്ലേവ് ചേരണം. പീപ്പിൾ കോൺക്ലേവ് എന്നാണ് അതിന് പറയുക. അതെ. അപ്പോൾ അതിൻ്റെ മാർപ്പാപ്പയുടെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇന്നത്തെ വരും മണിക്കൂറുകളിലൊക്കെ നമ്മുടെ പ്രഭാത വാർത്തകളിൽ, അത് മാത്രമല്ല മറ്റു വാർത്തകളിലെല്ലാം കൃത്യസമയത്ത് അതെല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും.